ഗുഡ് മോർണിംഗ്, സജിതയാണ്. അപ്പം നമ്മൾ തായ്ലൻഡിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ രാവിലെ തന്നെ റെഡിയായി ബാൽക്കണിയിലിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എവിടെ പോയാലും ഈ ഫോട്ടോസ് എടുക്കുകയാണ് എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഡയറ്റിലായതുകൊണ്ട് ഞാൻ ഡയറ്റ് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ പോണത് ഇന്ന് കോറൽ ഐലൻഡിലാണ്. ഇതാണ് നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റർ റിയാസ്. ഇവരുടെ മൈ ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഐലൻഡിൽ പോകേണ്ട സ്ഥലത്തേക്ക് എത്തി. നമ്മൾ വന്ന ഉടനെ അവർ നമ്മുടെ കയ്യിലൊരു റിബണ് കെട്ടിത്തന്ന് കയ്യിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അതെന്തൊക്കെയോ നമ്പറാണ്. നമ്മളവിടെ മിസ്സാവാതിരിക്കാൻ നമ്മളവിടുന്ന് 2-3 ബോട്ടിൽ പോകണം. അതിനുള്ള എന്തോ ആണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു തൊപ്പിയുടെ പുറത്തൊരു കുടയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ബോട്ടിന് ഭയങ്കരമായിട്ട് സ്പീഡ് കൂടി. ഫോണ് തെറിച്ചു പോയില്ലെന്നേ ഉള്ളൂ കയ്യിൽ നിന്ന്. ഭയങ്കര സ്പീഡിലാണ് ഇവർ ബോട്ട് ഓടിക്കണത്. പേടിച്ച് വിറച്ച് അവിടെ എത്തി. എന്തായാലും ഇവിടെ നിന്നാണ് നമുക്ക് ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യണം, സ്കൂബ ഡൈവ് വേണോ പാരാഗ്ലൈഡ് വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇവിടെ പാരാഗ്ലൈഡിങ് ആണ് ഇവിടെ നിന്നുള്ളത്. സ്കൂബ ഡൈവിങ് വേറെ സ്ഥലത്ത് പോയിട്ടാണ്. പക്ഷേ ഇവിടുന്ന് അവർ ക്ലാസ് എടുത്ത് നമുക്ക് ചെയ്യേണ്ടവർക്ക് മാർക്ക് ചെയ്ത് തരും. കുറച്ചാൾ പാരാഗ്ലൈഡിങ് ചെയ്തു. ഞാൻ ഹൈറ്റ് പേടിയായതുകൊണ്ട് ഞാൻ പാരാഗ്ലൈഡിങ് വേണ്ട, സ്കൂബ ഡൈവ് മതി എന്നും പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട്, അത് വേറൊരു സ്ഥലത്താണ് സ്കൂബ ഡൈവ്. അങ്ങോട്ട് പോകണമെങ്കിൽ അവർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങളവിടെ എല്ലാം കണ്ടുകൊണ്ടിരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര ചെറുക്കായത് കാരണം ഞാൻ ബാക്കിലിരുന്നു. എന്നിട്ടും തുടക്കത്തിലൊന്നും കുഴപ്പമില്ല. പിന്നെ സ്പീഡ് കൂടുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എടുത്തെറിയണ പോലെ തോന്നുമായിരുന്നു. നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വലിയ ബോട്ടിനകത്ത് കയറിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യുന്നത്. ഒരു വിധത്തിൽ നമ്മൾ അങ്ങോട്ട് എത്തി. ഇവിടെ നിന്ന് ഡ്രസ്സെല്ലാം മാറി സ്കൂബ ഡൈവ് ചെയ്ത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ സ്കൂബ ഡൈവിനുണ്ടായിരുന്നു. ഈ കടലിലേക്ക് ഫസ്റ്റ് നമ്മൾ താഴൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് കയറിയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശരിയായി. ചെവി ഇങ്ങനെ അടഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഓക്കെ ആയിരുന്നു. ഈ മീനുകളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ കയ്യിൽ ബ്രെഡിൻ്റെ പീസ് വരും. അതുവരെ എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന മീനുകൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതേ ഇല്ല. അവർക്കൊരു വാശി പോലെ എൻ്റെ കൂടെ എടുക്കൂല ഫോട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഐലൻഡിൽ പോവുകയാണ്. അവിടെയാണ് നമുക്ക് മറ്റ് ആക്ടിവിറ്റീസും പിന്നെ കടലിൽ ഇറങ്ങി കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെയാണ്. അവിടെയൊക്കെ പോകുന്ന വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. അവിടെ ഇറങ്ങണമെങ്കിൽ നമ്മൾ പിന്നെ അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നടന്നു പോകണം നമ്മൾ. ഇവിടുന്ന് ഞാൻ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല, കുറേ ഫോട്ടോസ് എടുത്തു. സത്യം പറഞ്ഞാൽ വെയിലിൻ്റെ നല്ല പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കുക ചെയ്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പോന്നു. കോറൽ ഐലൻഡിൽ നിന്ന് ഞങ്ങൾ പോന്നപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആയിരുന്നു. ഞങ്ങൾ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ ആയിരുന്നു ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി റൂമിൽ പോവുകയാണ്. ഇനി ഈവനിങ് ഇറങ്ങുള്ളൂ. അങ്ങനെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അൽക്കസാർ ഷോ കാണാൻ വേണ്ടിയിട്ടൊരു തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുണ്ട് ഒരു പച്ച ലൈറ്റ് കണ്ടുണ്ടോ, ഒരു പച്ച ലൈറ്റിലൊരു ടോർച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വീഡിയോ എടുക്കാൻ പാടില്ല അത്രേ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ എന്നാലും ലാസ്റ്റ് പോർഷനായപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള ത്വര കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഫോൺ എൻ്റെ അടുത്ത് ചേർത്ത് പിടിച്ച് ജസ്റ്റ് ഒന്ന് എടുത്തു. പക്ഷെ അത്ര ക്ലിയറായി കിട്ടിയില്ല. പൊക്കിയെടുക്കാൻ പറ്റില്ല. പൊക്കിയെടുത്താൽ അപ്പോൾ അവർ ടോർച്ചടിക്കും. നല്ല രസമുള്ള ഷോ ആയിരുന്നു. അങ്ങനെ ഷോ കഴിഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്കും ആ സ്റ്റേജിലുള്ള എല്ലാ ആർട്ടിസ്റ്റും
പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. നമുക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. അവർ പറയണത് എത്ര എമൗണ്ടാണ് വെച്ചാൽ അത് കൊടുത്താൽ മതി. അങ്ങനെ അവരുടെ കൂടെ ഫോട്ടോസോ വീഡിയോസോ എല്ലാം എടുത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിലായിരുന്നു നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ പോയി ഫുഡ് കഴിച്ചു. റൂമിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലൊന്ന് നടക്കാൻ പോവാമെന്ന്. Somebody want to get the walking street in a few minutes, okay? Yeah. In walking street, very crowd, many people. Your bag, recommend in the front, okay? In the front. Behind maybe nobody. Yeah, you talk and then come back to meeting point and then walk together to taxi. Now local. നമ്മളിത് വലിയ വണ്ടി ആയതുകൊണ്ട് വാക്കിംഗ് സ്ട്രീറ്റൊക്കെ പോകാൻ ഈ വണ്ടിയും കൊണ്ട് പറ്റില്ല. അപ്പോൾ ഈ വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്ക് നടന്നു പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി നടന്നു. കുറേ ദൂരം നടന്നപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായി. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്ക് ഇനി അവിടെ ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്നൊന്നും പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകും. അപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. നമ്മൾ നാളത്തെ വ്ളോഗിലാണ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളും നൂനൂച്ച് ഗാർഡനിൽ പോയതും ബാക്കി വേറെ 2 ഷോക്ക് പോയ എല്ലാ വിശേഷങ്ങളും നാളത്തെ വ്ളോഗിലുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയറും ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്ക്. എന്നാലല്ലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.